എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു വിഷുക്കാലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കഴിഞ്ഞ 2 വ്ലോഗും കണ്ട് നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ വിളിച്ച് ഒരുപാട് ഇഷ്ടം അറിയിച്ചിരുന്നു. അതിന് ആദ്യം തന്നെ ഒരു വലിയ നന്ദി. ഈ കഴിഞ്ഞ ഈസ്റ്റർ മുട്ടകളുടെ ഒക്കെ വ്ലോഗ് കണ്ടിട്ട് ഞങ്ങൾക്ക് അത് തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് വീടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവരോടും ഒന്നും കൂടി നന്ദി. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. നമ്മൾ ഈസ്റ്റർ വ്ലോഗിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ആഘോഷങ്ങൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അതായത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പ്രയാസമുള്ളത് എന്ന് കരുതുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കും. അതിലൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് വിഷുക്കണി വെക്കുമ്പോൾ പൊതുവെ വിത്ത് വയ്ക്കുന്ന ഒരു ഇതുണ്ട്. വിഷുക്കണിയുടെ കൂടെ നമ്മൾ കുറച്ച് വിത്ത് കൂടി കണി കാണാനായിട്ട് വെക്കും. നമ്മൾ കായ്ഫലങ്ങൾ മാത്രമല്ല, നാളത്തേക്കുള്ള കുറച്ച് കരുതലും കൂടി കണി കാണുക എന്നൊരു ഉദ്ദേശം ആയിരിക്കാം. എന്തായാലും ആ വിത്തെടുത്ത് പിന്നെ വിതയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ചെറിയ കുടുംബങ്ങളൊക്കെയായി കൃഷിയിൽ നിന്നുള്ള അത് ആൾക്കാർക്ക് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഒരുപക്ഷെ അത് വിട്ടുപോകുന്നതായിരിക്കാം. ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും അങ്ങനെ വിത്തൊക്കെ വെച്ചാൽ തന്നെയും അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് ചെടിച്ചട്ടികളിലൊക്കെ വിതയ്ക്കുകയോ ഇച്ചിരി മുറ്റം ഉണ്ടെങ്കിൽ നമുക്കവിടെ നടുകയൊക്കെ ചെയ്യാം. അത് ഇന്ന് എന്തായാലും കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഇത്തിരി മുറ്റത്തൊക്കെ ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൂള്, അതിനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന ഇത്രയുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും നാൾ വിൻ്റർ ആയിരുന്നുകൊണ്ട് നമുക്കിത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ എന്തെങ്കിലും പാകുവോ നടുവോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതൊന്ന് ഒരുക്കിയെടുക്കാനാണ്. അതിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് ഇന്ന് കാണിക്കുന്നത്. ഇതൊരു ചെറിയ ടില്ലറാണ്. ഇതിൻ്റെ കമ്പനിയുടെ പേര് നോക്കൂ, സിപ്ലെക്. ഇത് ഇലക്ട്രിക്കാണ്. ഇതിൻ്റെ പവർ പ്ലഗ് ഉണ്ട്. ഇവിടെ നമുക്ക് പവർ കൊടുക്കണം. ഇതിൻ്റെ സ്വിച്ച് കാണിക്കാം. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്. ഇത് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ വയറിലേക്ക് ഇതിൻ്റെ പവർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുകളിലേക്ക് പിടിച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ ഇത് സ്റ്റാർട്ടാവും. ഇതിപ്പോൾ പവർ കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ പിടിച്ച് സ്റ്റാർട്ടാക്കാം. അങ്ങനെ സ്റ്റാർട്ടാക്കിയാൽ വളരെ ഈസി ആയിട്ട് ഈ മണ്ണ് ഇളക്കാൻ സാധിക്കും. ഇത് വളരെ കട്ടിയുള്ള മണ്ണാണ് ഇവിടുത്തെ. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗത്തിലും ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ തുമ്പയൊക്കെ വെച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയവും അധ്വാനവും ഒക്കെ വേണ്ടി വരും. ഇത് ഒരു ചെറിയ കൃഷി ഉപകരണമാണ്. നാട്ടിലും മിനി ഗാർഡൻ ടില്ലേഴ്സ് പല കമ്പനികളുടേത് ലഭ്യമാണ്. ഇവിടെ ഞങ്ങളിത് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 60 യൂറോയുടെ അടുത്ത് ആയിട്ടുണ്ട്. നാട്ടിലൊക്കെ വീടുകളിൽ ഇതത്ര സാധാരണമല്ലെങ്കിലും വാടകയ്ക്കെടുത്തും മറ്റും ആൾക്കാർ ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടു. ഇവിടെ വീടുകളുള്ളവർ സാധാരണയായി വാങ്ങിച്ച് സ്വന്തമായി ഉപയോഗിക്കുന്ന
ഒരു ഉപകരണമാണ് ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഒരു 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. നമ്മൾ ഈ മണ്ണ് മുഴുവൻ കിളച്ച് ഇളക്കി. അപ്പം വലിയ സ്ഥലമൊക്കെ ഉള്ളവർ ട്രാക്ടറൊക്കെ വെച്ച് നാട്ടിൽ പൂട്ടാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചെറിയ സ്ഥലമുള്ളവർക്ക് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചെടികളും വാഴത്തൈയും ഒക്കെ നിൽപ്പുണ്ട്. അതൊന്നും പറഞ്ഞു പോകാതെ നമുക്കതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഒന്ന് മണ്ണ് ഇളക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് ശരിയാക്കി നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പാകുവോ നടുവോ ഒക്കെ ചെയ്യാം, കിളിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും വലിയ കൃഷിയൊന്നുമല്ല, ഇതൊരു ചെറിയ സ്ഥലത്ത് ചെറുതായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഉപകരണത്തെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള ലോക്കൽ വീട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് കാണാം. ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.